അതിനുശേഷം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പുള്ളി എണീറ്റ് നോക്കുമ്പോൾ പുള്ളി വേറൊരു മനുഷ്യനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ പുള്ളിക്ക് ഈ നടന്ന സംഭവങ്ങളൊന്നും ഒരു ഓർമ്മയില്ല. പുള്ളി നീ എവിടെ വന്നെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ധ്യാനം കൂടാൻ പോയി അട്ടപ്പാടി. ഓക്കെ വട്ടായിലച്ചൻ, വിനോയച്ചൻ അങ്ങനെ പറഞ്ഞു. സംസാരിക്കാൻ തുടങ്ങി. ആ വെഞ്ചരിച്ച വെള്ളം ഒരു 1/2 ഗ്ലാസ് കുടിച്ചു. ഹല്ലേലൂയ. നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കുക. അതിന് ശേഷം പുള്ളി നോർമലായി. അപ്പൊ ഞാൻ പറഞ്ഞു ഈ സ്ട്രോക്കൊക്കെ വന്നല്ലേ, നമുക്കൊരു ആയുർവേദ സ്ഥലത്ത് കൊടുത്ത് ഒഴിയിക്കാം, അപ്പൊ ബോഡിക്ക് ഒരു സ്ട്രെങ്ത് കിട്ടുമെന്ന് പറഞ്ഞു. പുള്ളി എണീറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ ഇച്ചിരി വേച്ച് പോണ പോലെ തോന്നിയായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് ഒരു 2 ആഴ്ച ഒഴിഞ്ഞു. അതിനുശേഷം ജൂലൈ 2nd വീക്കാന്ന് തോന്നുന്നു അട്ടപ്പാടി പോയി. വെള്ളിയാഴ്ച ഞാനും എൻ്റെ അമ്മയും എൻ്റെ മക്കളും കൂടി പോയി ഈശോനെ മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുശേഷം തിരിച്ചു വന്നു. ഞാൻ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ അമേരിക്കയിൽ പോയി. പക്ഷെ പുള്ളി 6 മാസം ജീവിച്ചു. ഹല്ലേലൂയ. 6 മാസം നോർമലായി പുള്ളി ജീവിച്ചു. ഒരു ദിവസം ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് പുള്ളി കിടന്നു, പുള്ളി മരിച്ചുപോയി. ഹല്ലേലൂയ. പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അപ്പൊ എനിക്കൊരു വേദന ഉണ്ടാകുന്നില്ല, എനിക്കൊരു വിഷമമില്ല. ഞാൻ പറഞ്ഞു അവിടെ ചോളം പറഞ്ഞു ഫ്രീസറിൽ കൊണ്ട വെച്ചേരെ ആത്മാവ്. അതിനുശേഷം പുള്ളി കള്ളുകൂടി നിർത്തി, ഞാനും കള്ളുകൂടി നിർത്തി. ഞാൻ ആ 3 ബാറും അന്ന് തന്നെ തീരുമാനമെടുത്തു, ഞാനത് നിർത്തി. ഹല്ലേലൂയ. അന്ന് എൻ്റെ മുമ്പിലുണ്ടായിരുന്നത് നിനക്ക് ഈ 30 ലക്ഷം രൂപ വേണോ, അതെയോ നിനക്ക് നീ വിളിച്ചപേക്ഷിച്ചാൽ ഹീൽ ചെയ്യണം ഞാൻ വേണോ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മളിപ്പോൾ അപ്പനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുക, ഈശോയെ ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കണം, ഈ മകനെ തുടരണമേ. അപ്പോ ഈശോ തുടർന്ന ഒരു ഈശോ നമ്മുടെ കൂടെ ഉണ്ടോ, അതെയോ ഈ പൈസ വേണോ? നിങ്ങളൊന്ന് ആലോചിച്ച്. പൈസ നമുക്ക് വേണം ജീവിക്കാൻ, വേണ്ടാന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. നമ്മൾ ആദ്യം ഈശോനെ വചനം പറയുന്നില്ല മത്തായി സുവിശേഷത്തില്, നമ്മൾ അവിടുത്തെ രാജ്യവും അന്വേഷിച്ചാല് പിന്നെ ബാക്കിയെല്ലാം ഈശോ കൂട്ടിച്ചേർക്കും എന്ന് വിചാരിച്ച് നമ്മൾ അലസരായിരിക്കണമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ജോലി ചെയ്യണം, ഈശോനെ ബോധപ്പെടുത്തണം. അപ്പൊ അതിനുശേഷം 6 മാസം കഴിഞ്ഞപ്പോഴാണ് പുള്ളി. അപ്പൊ ഞാനൊന്ന് തീരുമാനമെടുത്തു, എനിക്ക് കടമല്ല, എനിക്ക് എന്ത് വന്നാലും മദ്യം ഒരാൾക്ക് വിട്ടിട്ടുള്ള പൈസ ഞാൻ അനുഭവിക്കില്ല. ഹല്ലേലൂയ. ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, കൂട്ടുകാർ ചോദിച്ചു, നീ എൻ്റെ വിഡിത്തരം ചെയ്യുന്നത് നിനക്ക് വാടകയ്ക്ക് കൊടുത്തൂടെ? ഞാൻ പറഞ്ഞു വാടകയ്ക്ക് കൊടുത്താലും അവർ മദ്യം വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ടാണല്ലോ എനിക്ക് തരുന്നത്. അപ്പൊ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ എക്സ്ക്യൂസ് പറഞ്ഞ് വേറെ അതൊന്നും അല്ല ഈശോ ആഗ്രഹിക്കുന്നത്. നമുക്ക് വേണ്ടെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. ഈശോ വേറൊരു വഴി തെളിച്ചു തരുന്നേ, നമ്മൾ വിശ്വസിക്കണം. അന്നൊരു തീരുമാനമെടുത്തു, ഈ മദ്യപാനം, ഈ ബിസിനസ്. സഹോദരങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഒത്തിരി പേരുടെ കണ്ണുനീര് ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാല് ഞങ്ങളുടെ ഏരിയ എന്ന് പറഞ്ഞാൽ ചേലക്കര, തിരുവില്ലാമല, ചേലക്കര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏരിയ പാവപ്പെട്ട സംഭവമാണ്. കൂലിപ്പണി എടുത്ത് 10-500 രൂപ കൊടുത്താൽ അത് എൻ്റെ ബാറിൽ കൊടുത്ത് വൈകുന്നേരം തീർത്തിട്ടേ അവര് വീട്ടിൽ പോകും. ഇപ്പൊ ഇവിടത്തെ പോലെയോ അല്ലെങ്കിൽ അമേരിക്കയെ പോലെയൊന്നും അല്ല. അവിടെ ഇഷ്ടംപോലെ സമ്പത്തുള്ളവർ ഇങ്ങനെ കുടിച്ചു പോകുന്നുണ്ട്. പക്ഷെ നാട്ടില് ജീവിതം ഒത്തിരി ഭാര്യമാര് മുറിവേറ്റ് വേദനയോടുകൂടി ജീവിക്കുന്നുണ്ട്. അവർക്ക് അരി മേടിക്കാനും പിള്ളേർക്ക് ഡ്രസ്സ് മേടിക്കാനും സാമ്പത്തികമില്ലാതെ. അപ്പോൾ ഇതെല്ലാം ഇതിന്റെ ഒക്കെ ഉത്തരവാദിത്വം ഞാനാണ്. ഹല്ലേലൂയ. അന്നൊരു തീരുമാനമെടുത്തു, ഇനി ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ ബാറുമായി ഒരു ബന്ധമോ മദ്യപാനമോ ഞാൻ അന്നേ ഉപേക്ഷിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, 6 മാസം കഴിഞ്ഞ് എൻ്റെ അപ്പം മരിച്ചു. ഞാൻ നാട്ടിൽ വന്നു. ഞാൻ ആദ്യം പോയി നന്ദി പറഞ്ഞ ആർക്കാന്നറിയാവോ? ഈശോയ്ക്കാണ്. ഈശോയ്ക്ക് ഞാൻ അട്ടപ്പാടി പോയി ആ സെയിം കുരിശിൻ്റെ അവിടെ പോയി ഞാൻ പറഞ്ഞു, കർത്താവേ നീ വലിയ ആളാട്ടോ. ഞാൻ അങ്ങനെ പറയാ, നമ്മളൊരു സുഹൃത്തിനെ പോലെ പറയാ ഈശോക്ക്, നീ ചെയ്ത കരുണ ഭയങ്കര. എൻ്റെ മുഖത്ത് ഒരു വിഷമവും അന്നില്ല. അതിനുശേഷം പക്ഷെ ഞാൻ ഈശോ എനിക്ക് ഒരു ഇത് തന്നു. അതിനുശേഷം എന്നെ മദ്യപാനം ഞാൻ മദ്യപിച്ചിട്ടില്ല. അതിനുശേഷം അപ്പൊ ഞാൻ പറഞ്ഞത് ഈശോ എന്നെ വേർതിരിച്ച് അവിടെ മാറ്റി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അതിനുശേഷം ഞാൻ അവിടെ പോയി വന്നു, തിരിച്ചു വന്നു. പിറ്റേ ദിവസം ശവസംസ്കാരം. അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ പോലും വിശ്വസിക്കില്ല. ഇതിനുശേഷം ഞാൻ സ്വർഗസ്നായ പിതാവൊക്കെ എൻ്റെ പിള്ളേരെ എന്നെ പഠിപ്പിച്ചത്, അവർ ഫാദർ, ഇതെല്ലാം പ്രാർത്ഥന. ശരിക്ക് കുരിശ് വരയ്ക്കാൻ പോലും അറിയില്ല. വൈകുന്നേരം സന്ധ്യ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ പിള്ളേര് ഇതെല്ലാം. അപ്പൊ നമ്മുടെ വീട്ടിലെ കുടുംബ പ്രാർത്ഥന സഹോദരങ്ങളെ ഭയങ്കര ഒരു സംഭവമായിട്ടാണ് ഞാൻ കാണുന്നത്.